അലോപേഷ്യ ഏരിയേറ്റ അല്ലെങ്കിൽ പുഴുനടുപ്പ് എന്ന അസുഖത്തിന് സ്കിൻ ഡോക്ടേഴ്സ് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇന്റർലേഷൻ സ്റ്റിറോയിഡ്. നമ്മൾ ആ ഒരു സ്കിന്നിന്റെ ഹെയർ റൂട്ടിന്റെ ഭാഗത്തേക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കയറ്റി വെക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. പേഷ്യൻസിന് പൊതുവെ സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട് അതല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പേടി അങ്ങനെ പിന്മാറാറുണ്ട്. നമ്മൾ ഇതിന്റെ പത്തോജൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിലെ ഹെയറിന്റെ റൂട്ടിന്റെ ഭാഗത്താണ് ഇത് ഇൻഫ്ലമേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഹെയർ പോയാലും തിരിച്ചു വരുന്നത്. കാരണം സ്റ്റെം സെല്ല് നശിക്കുന്നില്ല. സ്റ്റെം സെല്ല് ഇസ്മസ് എന്നുള്ള ഈ ഭാഗത്താണ് ഉണ്ടാകുന്നത്. അവിടെ നശിക്കാത്തത് കൊണ്ട് തന്നെ ഈ റൂട്ട് തിരിച്ചു വരും. പക്ഷെ ഈ കാണുന്ന ഇൻഫ്ലമേറ്ററി സെൽസ് അവിടെ റൂട്ടിൽ ഉണ്ടാകുന്നിടത്തോളം കാലം രണ്ടാമത് കൂടി വരില്ല. നമ്മൾ ഏറ്റവും മുകളിൽ ലേപനങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ആക്ഷൻ താഴത്തേക്ക് വരുന്നതിന് ഒരു 30% ആ ഒരു രീതിയിലാണ് താഴത്തേക്ക് ഇഫക്റ്റ് ഉണ്ടാവാൻ. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അത് എവിടെയാണ് വേണ്ടത് അവിടെ ഫുള്ളായിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 month വരെ അതിന്റെ ഇഫക്റ്റ് അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഡെയിലി ക്രീം അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ് ഇന്റർനാഷണൽ സ്റ്റിറോയിഡ്. മോർ ഇഫക്റ്റീവ് ആണ്, മോർ പൊട്ടന്റ് ആണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇന്റർനാഷണൽ സ്റ്റിറോയിഡ്. സ്റ്റിറോയിഡിന്റെ വിഷയത്തിൽ നമ്മൾ അവിടെ മാത്രമേ നമ്മൾ അത് ഇഞ്ചെക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലഡ് വഴിയുള്ള മറ്റു അവയവങ്ങൾക്ക് മറ്റ് ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് ഇതിന്റെ സൈഡ് ഇഫക്റ്റ് വരുന്നത് വളരെ കുറവായിരിക്കും. അതേസമയം തന്നെ ഒരു റെപ്യൂട്ടഡ് ആയ ഡോക്ടേഴ്സിനെ പോയി ചെയ്യുക. കാരണം ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ചുറ്റുമുള്ള ഭാഗത്ത് വൈറ്റ് വരിക, സ്കിൻ അട്രോഫി ഉണ്ടാവുക എന്നുള്ള കാരണങ്ങൾ ഇതിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക.